നമസ്തേ. നമുക്കിന്ന് PSC നടത്തിയ ഒരു പരീക്ഷയിലെ ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും വിശകലനം ചെയ്യാം. 2026 നടന്ന ഫീമെയിൽ പ്രിസൺ അസിസ്റ്റന്റ് ഓഫീസർ പരീക്ഷയിലെ മലയാള വിഭാഗം ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത്. ആദ്യത്തെ നമ്മൾ ഇവിടെ 71 മുതൽ 80 വരെ ചോദ്യങ്ങളാണ് മലയാളത്തിൽ വന്നിട്ടുള്ളത്. 10 മാർക്കായിരിക്കും ഒരുപക്ഷെ നിങ്ങളുടെ ഭാവിയെ നിർണയിക്കുന്നത്. ശരിയായ പദം ഏത്? ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. A, B, C, D. A വൃഷ്ടി, B വൃഷ്ടി, C വൃഷ്ടി, D വൃഷ്ടി. അപ്പൊ ഇതിൽ വൃഷ്ടി എന്നുള്ളതാണ്. വൃഷ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഴ എന്നാണ് അർത്ഥം. അപ്പൊ അതിൽ D ഓപ്ഷനാണ് ശരി. വൃഷ്ടി. ഷ എന്നുള്ളതിന്റെ അടിയിൽ ട എന്നുള്ളത് വൃഷ്ടി. സമൃദ്ധം എന്ന പദത്തിന്റെ വിപരീതം. സമൃദ്ധം എന്നതിന് വിപരീതം അസമൃദ്ധം, വിവൃതം, അവൃതം, സുവൃതം എന്നുള്ളതാണ്. സമൃദ്ധം എന്ന് പറഞ്ഞാൽ നമ്മൾ മൂടിയ എന്നുള്ള അർത്ഥം. വിവൃതം എന്ന് പറഞ്ഞാൽ തുറന്ന. അപ്പൊ സമൃദ്ധത്തിന്റെ വിപരീതമാണ് മൂടിയ എന്നുള്ളതിന്റെ തുറന്ന. ആ അർത്ഥം വരുന്ന വിവൃതം എന്നുള്ളതാണ്. അപ്പൊ സമൃദ്ധം വിപരീതം വിവൃതം. താഴെ പറയുന്നവയിൽ തെറ്റായ സ്ത്രീലിംഗ പുല്ലിംഗ ജോഡി ഏത്? ഇതില് വിദ്വാൻ വിദുഷി ശരിയാണത്. പിന്നെ പത്നി പതി അതും ശരിയാണ്. ഇവിടെ തെറ്റായതാണ് ചോദിച്ചിട്ടുള്ള ചോദ്യം നന്നായി നമ്മൾ മനസ്സിലാക്കണം. സി ലേഖകൻ ലേഖക. അവിടെ എന്തൊരു അപാകത ഉണ്ട് അല്ലെ? ലേഖികയാണ് ശരി. അപ്പൊ അതാണ് ഉത്തരം. അടുത്തത് വന്നിരിക്കുന്നത് ഡി ഓപ്ഷൻ മകൻ മകൾ എന്നുള്ളതാണ്. അത് ഏതൊരു സാധാരണക്കാർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ഇതിൽ തെറ്റായത് എന്നുള്ളതാണ് ചോദ്യം. ലേഖകൻ ലേഖക സി ഓപ്ഷനാണ് ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരുന്നത്. കാരണം ലേഖക എന്നുള്ളൊരു പ്രയോഗം ശരിയായ പദമല്ല, ലേഖികയാണ് വേണ്ടിയിരുന്നത്. അപ്പോൾ ഉത്തരം സി. ഒഴിച്ചുകൂടാനാവാത്തത് ഒറ്റപ്പദം. അത്യാവശ്യം, അനിഷേധ്യം, അത്യന്താപേക്ഷിതം, അനിവാര്യം. ഇങ്ങനെയാണ് ABCD ഓപ്ഷനിൽ വന്നിട്ടുള്ളത്. അത്യാവശ്യം, അനിഷേധ്യം, അത്യന്താപേക്ഷിതം, അനിവാര്യം. ഒഴിച്ചുകൂടാനാവാത്തത് എന്തായാലും വേണ്ട കാര്യമാണ്. അനിവാര്യം എന്നുള്ളതാണ്. ഒഴിച്ചുകൂടാനാവാത്തത് അനിവാര്യം. ചേർത്ത് എഴുതുക. അ അധികം ആൾ. ഈ പ്ലസ് ചിഹ്നത്തിനെ നമ്മൾ അധിക ചിഹ്നം എന്നാണ് പറയാ. അ അധികം ആൾ. അയാൾ, ആയാൾ, അയാൾ, അവൾ ഇവയൊന്നുമല്ല. ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷനാണ് അയാൾ, അയാൾ, അവൾ ഇവയൊന്നുമല്ല. ഇതിന് ഉത്തരവുണ്ട്. ആ ആൾ അയാളാണ്. ഓപ്ഷൻ ബി ആണ് ശരി. അയാൾ. താഴെ പറയുന്നവയിൽ അലിംഗ ബഹുവചനം അല്ലാത്തത് ഏത്? ഏതെങ്കിലും ഒരു ലിംഗത്തെ സൂചിപ്പിക്കാത്ത ബഹുവചനം. പണിക്കർ, മക്കൾ, ഭാരതീയർ, ആൺമക്കൾ. അപ്പൊ ഇവിടെ അലിംഗ ബഹുവചനം അല്ലാത്തത് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഏതാണ്? പണിക്കർ. രണ്ടും പെടുന്നുണ്ട് അല്ലെ? സ്ത്രീലിംഗവും പുല്ലിംഗവും ഉൾപ്പെടുന്നുണ്ട്. മക്കൾ, ആൺമക്കളും പെൺമക്കളും പെടുന്നുണ്ട്. ഭാരതീയർ അല്ലെ? ഭാരതീയരായിട്ടുള്ള സ്ത്രീകളും പുരുഷന്മാരും എല്ലാ വിഭാഗക്കാരും പെടുന്നതാണ്. ആൺമക്കൾ അത് ലിംഗം സൂചിപ്പിക്കുന്നുണ്ട്. നമ്മൾ അവിടെ തന്നെ പുരുഷന്മാരെ സൂചിപ്പിക്കുന്നതാണ്, ആൺകുട്ടികളെ സൂചിപ്പിക്കുന്നതാണ്. ഉത്തരം ആൺമക്കൾ എന്നുള്ളതാണ്. ശരീരം എന്ന വാക്കിന്റെ ശരിയായ പര്യായ പദങ്ങൾ ഉൾക്കൊള്ളുന്ന ജോഡി ഏതാണ്? 1, 2, 3 ഓപ്ഷൻ തന്നിട്ടുണ്ട്. 1 ഗാത്രം മേനി, 2 കായം വപുസ്, 3 ആകൃതി രൂപം. അപ്പൊ ഇതില് ABCD എന്നുള്ള ഓപ്ഷൻ തന്നിട്ടുള്ളത് 1ഉം 3ഉം ശരി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗാത്രം മേനി ആകൃതി രൂപം ഇതാണ് 1ഉം 3ഉം. അപ്പൊ അത് അല്ല, ശരിയായ ഉത്തരമല്ല. എല്ലാം ശരി എന്നാണ് ബി ഓപ്ഷൻ. അതും ശരിയല്ല, എല്ലാതും ശരിയല്ല. സി ആണ് 1ഉം 2ഉം ശരി. അതാണ് ശരി ഉത്തരം. ഏതൊക്കെയാണ്? ഗാത്രം മേനി കായം വപുസ് ഇതൊക്കെ ശരീരത്തിന്റെ പര്യായങ്ങളാണ്. അപ്പൊ അതിന്റെ ഉത്തരം 1ഉം 2ഉം ശരി. പിന്നെ ഇവയൊന്നുമല്ല എന്ന ഡി ഓപ്ഷൻ. പിന്നെ അതിന് പ്രസക്തിയില്ല. ചക്രശ്വാസം വലിക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? ശ്വാസം നിലയ്ക്കുക, അത്യധികം വിശ്രമിക്കുക, ചക്രം ചവിട്ടുക ഇവയൊന്നുമല്ല. ചക്രശ്വാസം വലിക്കുക എന്ന് പറഞ്ഞെങ്കിൽ അത്യധികം വിശ്രമിക്കുക, ഏറ്റവും അധികം ബുദ്ധിമുട്ടുക എന്നുള്ളതാണ്. ഉത്തരം ബി ഓപ്ഷൻ ആണ്, അത്യധികം വിഷമിക്കുക. ഇനി പിരിച്ചെഴുതുക.
അത്യന്തം. അത്യ അധികം അന്തം, അത്യ അധികം ന്തം. സി അതി അധികം അന്തം, ഡി അതി അധികം യന്തം. അപ്പൊ ഇതിൽ ശരിയായത് സി ഓപ്ഷനാണ്, അതി അധികം അന്തം. അതി അധികം അന്തമാണ് അത്യന്തം. ഓപ്ഷൻ സി ആണ് ശരി, അതി അധികം അന്തം അത്യന്തം. അടുത്തത് 80ാമത്തെ ചോദ്യമാണ്. പ്രയാമ്പിൾ ശരിയായ മലയാള പരിഭാഷ ഏത്? അപ്പൊ അതിൽ വരുന്നത് മുൻഗണന, ആമുഖം, ഉത്തരവ്, ശീർഷകം. ഇപ്പൊ ഭരണഘടനയുടെ ആമുഖം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഉത്തരം ആമുഖം. അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് 10 ചോദ്യങ്ങളാണ് നമ്മൾ വിശകലനം ചെയ്തത്. എല്ലാവർക്കും വിജയാശംസകൾ.